ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ റെഗുലർ വ്ലോഗിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ നമ്മുടെ പണികളെല്ലാം തുടങ്ങാം. അടുക്കളയിലേക്ക് വന്ന് നമ്മുടെ പാചക പരിപാടികളെല്ലാം തുടങ്ങുവാണ് കേട്ടോ. ഇന്നൊരു റെഗുലർ വർക്കിംഗ് ഡേ ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ പണികളെല്ലാം തീർക്കണം. ജോലിയൊക്കെ ഉള്ളവർക്കറിയാം, നല്ല തിരക്കുള്ള സമയമാണ്. രാവിലെ കാപ്പി ഉണ്ടാക്കണം, ചോറ് വയ്ക്കണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് പെട്ടെന്ന് ഉള്ള കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പരിചയപ്പെടാം കേട്ടോ. എൻ്റെ വ്ളോഗിനകത്ത് ഞാൻ അതൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓഫീസിലൊക്കെ ചെന്നു. ഇതാണ് നമ്മുടെ ഓഫീസ്. അപ്പോൾ വർക്കിംഗ് ടൈമാണ്. ജസ്റ്റ് വീഡിയോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓരോരുത്തരുടെയും വർക്കിംഗ് ടൈം, വർക്കിംഗ് ഡേ ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എൻ്റെ ദിവസം ഇങ്ങനെയാണ് കേട്ടോ. ചെയ്യുന്നവരുടെ എല്ലാം നല്ലൊരു ശതമാനം ദിവസവും നമ്മുടെ ഓഫീസിലാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് വൈകുന്നേരത്തേക്ക് നാളത്തേനുള്ള കുറച്ച് മീനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചു. അതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്ന് നമ്മുടെ വൈകുന്നേരത്തെ ഡിന്നർ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ ചോറും അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കറികൾ വെച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാം എന്ന് വെച്ചു. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസൊക്കെ ഫോളോ ചെയ്യുന്നതായിരിക്കും നമുക്ക് അധികം ജോലി ഭാരമില്ലാതെ ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ മീൻ കൊണ്ടുവന്നുകൊണ്ടേ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടു. അതിനോടൊപ്പം ഞങ്ങൾ ഇന്ന് കുഞ്ഞ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി അടുക്കി പെറുക്കി വൃത്തിയാക്കണം. നാളെ രാവിലെ ഗെയിൻ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വലിയ പണികൾ കിടക്കുകയാണ് കേട്ടോ. ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. വാങ്ങാൻ പോയപ്പോഴത്തേനും അവിടെ നല്ല ചെമ്മീൻ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ കൊതി തോന്നിയിട്ട് നമുക്ക് കുഞ്ഞു കറി വെച്ചാൽ മതി. നമ്മൾ വീട്ടിൽ 4 പേരല്ലേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ ആയിട്ട് വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ ഞങ്ങളൊരു 1/2 കിലോ ചെമ്മീനൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവിടെ വെച്ച് എടുത്തപ്പോൾ ഒത്തിരി ഉള്ളതായിട്ട് തോന്നി. പക്ഷെ വെട്ടി വന്നപ്പോഴത്തേനും കണ്ടില്ലേ, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് കറിയാക്കണം. നല്ല അടിപൊളി ഫ്രഷ് ചെമ്മീനാണ്. അവർ വെട്ടി ക്ലീനാക്കി തന്നതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ എടുത്ത് ഇനി കഴുകി മസാലയൊക്കെ പ്രിപ്പയർ ചെയ്ത് നമുക്കതൊരു കറിയായിട്ട് എടുക്കാം. ഇവിടെയൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ചെമ്മീൻ വെട്ടി ഇതുപോലെ ക്ലീൻ ചെയ്ത് കിട്ടുമോ? അതോ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നാണോ ഇതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നത്? എനിക്ക് അതുകൂടെ ചെയ്യാൻ പോയാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് വെട്ടി ക്ലീൻ ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം നമ്മുടെ മീനെല്ലാം പോകുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള ഫിഷ്, മീറ്റ് ഒക്കെ മേടിച്ച് കറി വെച്ചിട്ട് ഈസി ആയിട്ട് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പണി തീരാത്ത പോലെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പം തന്നെ കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പണികളൊന്നും ഇല്ലാതെ കാര്യങ്ങളെല്ലാം സെറ്റാക്കാനായിട്ട് പറ്റും. ഇതൊരു കുഞ്ഞ് ടിപ്പാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് പണി തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞ് ടിപ്പ്. പുതിയതായിട്ട് എടുത്തൊരു വീടാണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് നമ്മുടെ ഫ്രിഡ്ജ് കാര്യങ്ങളൊന്നും സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ എന്ത് വാങ്ങിച്ചുകൊണ്ട് വന്നാലും അപ്പം തന്നെ അത് കറി വെച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ വെളിയിൽ കിടന്ന് അത് മുഴുവൻ ചീത്തയായി പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ സെറ്റ് ചെയ്ത് മേടിക്കുകയുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ അകത്തേക്ക് ഒരു 2 തണ്ട് കരിയാപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില, കരിയാപ്പില എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പണികളെല്ലാം തീർന്ന് ഫുഡെല്ലാം കഴിച്ചു. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിനെ പഠിപ്പിക്കാനാണ് കേട്ടോ. അവൾ പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അവളെ പഠിപ്പിക്കണം. അതിനുശേഷം നമ്മളുടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം വരിക. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. ഒരു കൊച്ചു വ്ളോഗാണ്. ഇനി നാളെ കാണാം.